കുറേ ദിവസമായിട്ട് ചേമ്പ് മുറിക്കുക എന്ന് അമ്മ പറയുമ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചേമ്പ് മുറിക്കാതെ ഇത്ര ദിവസം വെച്ചത്. അപ്പോൾ ഇന്ന് എന്തായാലും അമ്മ വാശി പിടിച്ചു, ഇത് മുറിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നാശമായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഈ ചേമ്പൊന്ന് മുറിച്ച് വെച്ചിട്ട് അടുത്ത ദിവസം വരുമ്പോൾ പുഴുങ്ങാന്നുള്ള വിചാരത്തിലാണ് ഇന്ന് ഇത് പറിക്കണത്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം നമ്മുടെ സ്ഥലമല്ല, അപ്പോൾ നമ്മൾക്ക് നിലത്ത് നടാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ആരും ചെടികളൊന്നും നടാതിരിക്കണ്ട. കാരണം നമുക്ക് ഒരു സിമൻറ്റ് ഒഴിവായ ഒരു ചാക്കിൽ പോലും നമുക്ക് നടാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചേമ്പ് പോലും സാധാരണ ആൾക്കാർ ചേമ്പൊന്നും ഇങ്ങനെ അൾട്രാടെക്കിൻ്റെ സിമൻറ്റിൻ്റെ ചാക്കിലൊന്നും നടന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും നട്ടു. ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോ എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറച്ചും വേരുകളൊക്കെ കണ്ടു ഞങ്ങൾ മുറിച്ചിട്ടപ്പോൾ. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അമ്മ എന്തോ ഒരു വലിയ പ്രതീക്ഷയിലാണ് ഇതിങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് വീഡിയോ എടുക്ക്, വാ 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 ഞാനുണ്ടാക്കിയ ചേമ്പ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ് ഞങ്ങളെ. ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ചേമ്പുണ്ടായിരുന്നു. അതും സൂപ്പർ ചേമ്പ് പുഴുങ്ങിയിട്ടില്ല, നാളെ പുഴുങ്ങുള്ളൂ. കണ്ടില്ലേ, ഇത്രയും കെമിക്കലൊന്നും ഇല്ലാത്ത ഫ്രഷ് ചേമ്പ് നമുക്ക് എവിടെ കിട്ടും? പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ഭക്ഷണമായിരുന്നു ചേമ്പ്, അറിയോ? താളും തകരിയും ചേമ്പും ഒക്കെയായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ ഭക്ഷണം. അവരെന്ത് ഹെൽത്തി ആയിരുന്നു പണ്ടത്തവർ, അല്ലേ? നമ്മളാണ് ഇപ്പം കെമിക്കൽസ് ഉള്ള ഓരോന്നൊക്കെ അടിച്ച് കയറ്റി പല അസുഖം, വയറ്റിൽ പുണ്ണ്, വായിൽ പുണ്ണ്, എന്തൊക്കെ രോഗങ്ങളാണ് നമുക്ക് വരുന്നത്. പണ്ടുള്ള ആൾക്കാർക്ക് ഒരു അസുഖം പോലും ഉണ്ടായിരുന്നില്ലായിരുന്നു. അതെ, സത്യം. പണ്ടുള്ള ആൾക്കാർക്ക് അസുഖം ഭയങ്കര കുറവായിരുന്നു. അപ്പം നിങ്ങൾ ഇനി ശ്രമിക്കുക, നമുക്ക് ടെറസിലെങ്കിൽ ടെറസിൽ, ചാക്കിലെങ്കിൽ ചാക്കിൽ, ചീരയെങ്കിൽ ചീര, മുളകെങ്കിൽ മുളക്, എന്തെങ്കിലും കെമിക്കലില്ലാത്ത സാധനം നട്ട് തിന്നാൻ ശ്രമിക്കുക. എന്തായാലും സ്കൂളിൽ പോകാൻ സമയം വൈകിയതുകൊണ്ട് ഇത് നാളെ പുഴുങ്ങുന്ന വീഡിയോ ഇടാം. ഓക്കെ, ബൈ.